وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റി എല്ലാ നിഅമത്തുകളും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇരുലോക വിജയികളിൽ നമ്മയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളികളൊക്കെ കാലിയായി കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. ഓരോ വക്തുകൾ കഴിയും തോറും പരിശുദ്ധമായ നമ്മുടെ ജമാഅത്ത് നമസ്കാരത്തിന് ആവേശം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അടുത്ത സമയങ്ങളിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാഹു തആല എല്ലാവർക്കും എല്ലാ നന്മകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലരുമൊക്കെ വിചാരിക്കാറുണ്ട്, നമസ്കാരമല്ലേ, അത് വീട്ടിൽ നിസ്കരിക്കാം, കുഴപ്പമൊന്നുമില്ലല്ലോ. പല സാഹചര്യങ്ങൾ കൊണ്ടും കടകമ്പോളങ്ങളിൽ നിന്ന് സുറ പറഞ്ഞുകൊണ്ടിരുന്നാലും കമ്പോളങ്ങളിലും മാർക്കറ്റുകളിലും ഇരുന്നാലും ഒക്കെ നമ്മുടെ പള്ളിയിലേക്ക് ബാങ്ക് വിളിക്കുമ്പോൾ ഒന്ന് പള്ളിയിലേക്ക് വരാനുള്ള മനസ്സ് പലർക്കും ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അല്ലാഹു തആല എല്ലാം ഖൈറിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. 5 വക്ത് നമസ്കാരം കൃത്യമായി ജമാഅത്തായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് 5 രീതിയിലുള്ള പദവികളും പ്രതാപവും അല്ലാഹു തആല നന്മകളും നൽകുമെന്നാണ് വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നത്. 5 നേരത്തെ നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ആദ്യത്തെ അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം യർഫഉ അൻഹു ലീഖുൽ ഐശി, അവന്റെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ അല്ലാഹു തആല മാറ്റും. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് എങ്കിലും ജമാഅത്തായി 5 നേരം ജമാഅത്തായി നമസ്കരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ജമാഅത്തായി നമസ്കരിക്കുന്ന വ്യക്തിക്ക് അവന്റെ ജീവിതത്തിന്റെ കുടുസായ ജീവിതവും അവന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാഹു തആല മാറ്റിക്കൊടുക്കും. രണ്ടാമത് ആ മനുഷ്യന് കിട്ടുന്നത് യർഫഉ അൻഹു അദാബൽ ഖബർ, അവന്റെ ഖബർ ശിക്ഷയെ അല്ലാഹു തആല മാറ്റും. 5 നേരം കൃത്യമായി നമസ്കരിക്കുന്ന ഒരാൾക്ക് അല്ലാഹു തആല അവന്റെ ജീവിതത്തിൽ, അവന്റെ ബർസഖിയായ ജീവിതത്തിന്റെ ആദ്യ ഭവനമായ ഖബർ ജീവിതം, ആ ഖബർ ജീവിതത്തിന്റെ ശിക്ഷകളിൽ നിന്നും അല്ലാഹു തആല അവന് പരിപൂർണമായ മോചനം നൽകും. മൂന്നാമത് 5 നേരം 5 വഖത്തുകൾ കൃത്യമായി ജമാഅത്തായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന മൂന്നാമത്തെ അവന്റെ പ്രതാപം എന്ന് പറയുന്നത് യുഅ്താ കിതാബഹു ബി യമീനിഹി, നാളെ നന്മയുടെയും തിന്മയുടെയും പുസ്തകങ്ങൾ, കിതാബുകൾ നമ്മുടെ കൈകളിലേക്ക് നൽകപ്പെടുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് നൽകുന്നത് വലത് കൈയിലാണ് അവന് ലഭിക്കുന്നത്. അങ്ങനെ മുഅ്മിനായ മനുഷ്യന് കിട്ടുന്നത് പോലെ ആ സത്യവിശ്വാസിക്ക് അതൊരു മഹാഭാഗ്യമാണ്. ആ ഭാഗ്യം, വലത് കൈയിൽ കിതാബ് വാങ്ങാനുള്ള ഭാഗ്യം 5 നേരത്തെ നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് ലഭിക്കുമെന്ന് വിശുദ്ധമായ ഗ്രന്ഥങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നു. നാലാമത് ആ മനുഷ്യന് കിട്ടുന്നത് യമുറു അല സിറാത്തി കൽ ബർഖിൽ ഖാതിഫി, ജഹന്നമിന്റെ മുകളിലൂടെ നാട്ടപ്പെട്ട ആ സിറാത്ത് എന്ന പാലമുണ്ട്. എല്ലാവരും ബേജാറിലും വെപ്രാളത്തിലും ഞാൻ എങ്ങനെ അതിലൊക്കെ നടന്നു പോകും, എങ്ങനെ കടന്നു പോകുമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ 5 നേരം കൃത്യമായി ജമാഅത്തായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് മിന്നൽ പിണർ പോലെ കടന്നു പോകാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല 5 നേരത്തെ നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് കൊടുക്കുമെന്ന് ഗ്രന്ഥങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നു. 5-മത് ആ മനുഷ്യന് കിട്ടുന്നത് യദ്ഖുലുൽ ജന്നത മിൻ ഗൈരി ഹിസാബ്, വിചാരണ കൂടാതെ ആ മനുഷ്യനെ സ്വർഗത്തിലേക്ക് അല്ലാഹു തആല കടത്തിവിടും. 5 നേരത്തെ നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു തആല വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് കടത്തിവിടും. ആ ഒരു മഹാഭാഗ്യം, ഈ കടമ്പകളും പ്രതിസന്ധികളും, ഈ പറയപ്പെട്ട കാര്യങ്ങൾ, സിറാത്തായാലും ഹിസാബായാലും ഖബറിന്റെ ജീവിതമായാലും ഒക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ടെൻഷനിന്റെയും ബേജാറിന്റെയും വിപ്രാളത്തിന്റെയും ഒക്കെ അവസ്ഥയാണ് കാണപ്പെടാൻ കഴിയുന്നത്. പക്ഷേ അതിൽ ആ പ്രതിസന്ധികളിൽ നിന്നൊക്കെ പരിപൂർണമായി തരണം ചെയ്ത് മോചനം നേടി സന്തോഷത്തോടുകൂടി സ്വർഗീയാരാമത്തിലേക്ക് എത്താനുള്ള മഹാസൗഭാഗ്യമാണ് 5 നേരത്തെ നമസ്കാരത്തിലൂടെ, ജമാഅത്തായുള്ള നമസ്കാരത്തിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. മരണം വരെയും 5 നേരത്തെ നമസ്കാരം കൃത്യമായ ആഫിയത്തോടുകൂടി
എല്ലാ നന്മകളോടും കൂടി തന്നെ സ്വീകരിക്കപ്പെട്ട രീതിയിൽ ജമാഅത്തായി നമസ്കരിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങളും ഇവിടെ വന്നവരോടല്ല പറയാറുള്ളത്, പക്ഷേ കേൾക്കുന്നവരോട് നമുക്കറിയാം, നമ്മുടെ ഈ ക്ലാസ്സിന്റെ വീഡിയോയൊക്കെ നമ്മുടെ പല ഭാഗങ്ങളും എത്താറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ കൃത്യമായിട്ടും ജമാഅത്തായി നമസ്കരിക്കാനുള്ളൊരു മനസ്സ്, എൻ്റെ പള്ളിയാണ്, എൻ്റെ പള്ളി നാളെ റബ്ബിന്റെ മുന്നിൽ സാക്ഷി പറയും, എനിക്ക് വേണ്ടി അനുകൂലമായി നാളെ റബ്ബിന്റെ മുന്നിൽ ഉണ്ടാകും എന്ന കൃത്യമായ ബോധ്യത്തോടുകൂടി എല്ലാവരും, പുരുഷന്മാരെല്ലാം, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ മുതിർന്ന ആൺകുട്ടികൾക്ക് ധാരാളമുണ്ട്. ഒരുപാട് സമയങ്ങൾ സ്കൂളിലേക്കും ക്ലാസ്സിലേക്കും ഒക്കെ പോകാതെ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ മറ്റ് ഒരുപാട് ജോലികളിലും കളികളിലും ഒക്കെ ആയി കഴിയുമ്പോഴും ബാങ്ക് കേൾക്കുമ്പോൾ മാതാപിതാക്കൾ തന്റെ ആൺകുട്ടികളെ പള്ളികളിലേക്ക് പറഞ്ഞു വിട്ട് ജമാഅത്തായി നമസ്കരിപ്പിക്കാനുള്ള പ്രേരണ കൂടി പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഭാഗത്തും ഉമ്മമാരുടെ ഭാഗത്തുനിന്നും സഹോദരങ്ങളുടെ ഭാഗത്തും ഉണ്ടാകണമെന്ന് കൂടി അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി അല്ലാഹുവിന്റെ പള്ളികളെയും ഭവനങ്ങളെയും ആദരിക്കാനും ബഹുമാനിക്കാനും അതിന്റെ പവിത്രതയെ കാത്തു സൂക്ഷിക്കാനും ജമാഅത്തായി കൃത്യമായി നമസ്കരിക്കാനും ഒക്കെ അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.